അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പരാമർശങ്ങൾക്കെതിരെ വൻ പ്രതിഷേധം. ഗസ ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗസ ഏറ്റെടുക്കും, പലസ്തീനികൾ ഗസ വിടണം. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ലോകം മുഴുവൻ പ്രതിഷേധം ഉയർത്തുന്നത്. ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ യുഎസിലും വൻ പ്രതിഷേധം. പലസ്തീൻ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന പ്ലക്കാർഡുമായാണ് വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പലസ്തീനെ സ്വതന്ത്രമാക്കുക, ട്രംപിൻ്റേത് ഭ്രാന്തൻ നിലപാടാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നൂറുകണക്കിന് ആളുകൾ വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നതിനിടെയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ നെതന്യാഹുവിൻ്റെ ചിത്രം ഉയർത്തി ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം മുഴക്കി നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ്, വംശഹത്യ അവസാനിപ്പിക്കുക, ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുക തുടങ്ങിയ പ്ലക്കാർഡുകളും പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു. തങ്ങളുടെ നികുതിപ്പണം പലസ്തീനികളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു, അമേരിക്കക്കാർ ഇത് അംഗീകരിക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ പരാമർശം നടത്തിയിരിക്കുകയാണ് അതിനിടെ ഹമാസ്. തികഞ്ഞ അസംബന്ധവും പരിഹാസ്യവുമാണ് ട്രംപിന്റെ പ്രഖ്യാപനമെന്നാണ് ഹമാസ് നേതാവ് സമി അബ്ദു സുക്രി പറഞ്ഞത്. ഗസ മുൻപ് പിടിച്ചെടുക്കുന്നത് പോലുള്ള പ്രഖ്യാപനങ്ങൾ പശ്ചിമേഷ്യയെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസ നിയന്ത്രണത്തിലാക്കാമെന്ന ട്രംപിന്റെ താൽപ്പര്യം അപഹാസ്യമാണ്. ഇത്തരം പ്രവൃത്തികൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും, സുഹ്രി റോയിറ്റേഴ്സിനോട് പറഞ്ഞു. യുദ്ധത്തിൽ ഗസ പൂർണ്ണമായും തകർന്നെന്നും പലസ്തീൻ ജനത ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ കുടിയേറണമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. ഗസ അമേരിക്ക ഏറ്റെടുക്കും, സാമ്പത്തികമായി വികസിപ്പിക്കും ട്രംപ് പറഞ്ഞു. ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിൽ പത്രസമ്മേളനത്തിൽ വച്ചായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ. ഇതേ തുടർന്ന് വൻ പ്രതിഷേധമാണ് ട്രംപിനെതിരെ ഉയരുന്നത്. സൗദി അറേബ്യ അമേരിക്കയെ വിമർശിച്ചു. പലസ്തീൻ വിഷയത്തിൽ തീരുമാനമാകാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതികരണവുമായി അതിനിടെ ഇറാനുമെത്തി. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് പ്രതിഷേധമുയർത്തിയത്. ഒരു അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയത്. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ടു പോയാൽ എന്താവും ഇറാന്റെ ഗെയിം പ്ലാൻ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീൻ ജനതയെ അല്ല, ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് അബ്ബാസ് അരാഗ്ചി മറുപടി നൽകിയത്. മുമ്പ് പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിവാക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല, അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചു.